ഹല്ലേലൂയ. നമ്മുടെ ഈ ഉച്ചതിരിഞ്ഞുള്ള സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണല്ലോ. രാവിലെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് പ്രത്യേകം നമുക്കറിയാം, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും റിലേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഗലേഷ്യൻസിലെ ഗലാത്യ ലേഖനത്തിൽ നമ്മളിപ്പോൾ കണ്ടത് പല തരത്തിലുള്ള ഒന്ന്, ഒരു സ്ട്രേഞ്ച് ഗോസ്പൽ അല്ലെങ്കിൽ അപരിചിതമായ സുവിശേഷം. രണ്ടാമത് നമ്മൾ കണ്ടത് പെർവേർട്ടഡ് ഗോസ്പൽ, തലതിരിഞ്ഞതായ സുവിശേഷം. മൂന്നാമത് നമ്മൾ കണ്ടത് ഒരു കൗണ്ടർ ഗോസ്പൽ, വിപരീത സുവിശേഷം. മാനുഷ്യ സുവിശേഷം, വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷം. ഇങ്ങനെയുള്ള ഈ ഡിഫറെൻറ്റ് വാക്കുകൾ പോൾ ഉപയോഗിക്കുന്നുണ്ട്, പല തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യം പറയുന്ന അത് നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്, ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതും നിങ്ങൾ ഇത്ര വേഗത്തിൽ, അതായത് സുവിശേഷം കേട്ട് പോള് അവരോട് സംസാരിച്ച് അവരെ ഉറപ്പിച്ച് ഇതൊന്നും മാഞ്ഞു പോവുകയോ മറഞ്ഞു പോവുകയോ മറന്നു പോവുകയോ ഒക്കെ ചെയ്യാനുള്ള സമയമൊന്നും ശരിക്കും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ വളരെ ലളിതമനസ്കരാണ്. ലളിതമനസ്കരായ ആളുകളാണ് പലപ്പോഴും പെട്ടെന്ന് ഈ കാര്യങ്ങളിലേക്ക് വീണ് പോകാനുള്ള സാധ്യത. ഞാൻ ചിലപ്പോഴൊക്കെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, സാജു എന്തിനാണ് ഈ പെന്തിക്കോസുകാരെ നന്നാക്കാൻ ഇത്രയും നടക്കുന്നത്? ആ സമയം കൊണ്ട് വേറെ വല്ല കാര്യം ചെയ്തത്, ദൈവം ഇവരെല്ലാം കളഞ്ഞിരിക്കുകയാണെന്നൊക്കെ. നോർമലി നിങ്ങൾക്കറിയാമല്ലോ, ഇതൊക്കെ എന്നോടൊന്നുള്ളതല്ല, നിങ്ങളോടൊക്കെ പലപ്പോഴും പറയുന്നതായ കാര്യമായിരിക്കും. എനിക്ക് പെന്തിക്കോസുകാരോടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പെന്തിക്കോസ്തുകാരിൽ ഒരു 80% സിൻസിയറാണെന്നാണ് എൻ്റെ ചിന്ത. ആത്മാർത്ഥതയുള്ളവരാണ്. 20% കള്ളന്മാരെ കാണും. കർത്താവ് 12 പേരെ കൊണ്ട് നടന്നിട്ട് ഒരുത്തൻ കള്ളനാണെങ്കിൽ പിന്നെ നമ്മളിപ്പം അത്രയ്ക്കൊന്നും പെർഫെക്ഷൻ ഒന്നും ഒരു സംഘത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് വലിയ അർത്ഥമൊന്നുമില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും ചിലപ്പോൾ ആളുകൾ പറയുന്നത് അതൊരു സഭയാണോ? അങ്ങനെ സഭയാണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകണ്ടേ? അവരെ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? അല്ലെങ്കിൽ സാജു എന്താ പുറത്ത് ചാടാത്തത്? ആ ബാബിലോൺ സഭയിൽ നിന്ന് സാജു എന്താ പുറത്ത് ചാടി വരാത്തത്? ഇതൊക്കെയാണ് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത്. ഇത് പറയുന്ന കാര്യം ഈസിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ സഭയ്ക്കകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് ഞാൻ ഒരു കോംപ്രമൈസിനും ഇതുവരെ പോയിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഒരു കോംപ്രമൈസ് ചെയ്ത് ഞാൻ ഇതിനകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് പോയിട്ടില്ല. ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ പുറത്താക്കുന്നത് അവരുടെ കാര്യം. ഞാൻ പുറത്ത് പോകുന്നതും പുറത്താക്കുന്നതും രണ്ടാമത്തെ കാര്യം. യോഹന്നാൻ സ്നാപകൻ ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് യോഹന്നാൻ സ്നാപകനെ സഭയിൽ നിന്ന് പുറത്താക്കിയോ? ഇല്ല. സഭയിൽ നിന്ന് പുറത്താക്കാത്തതിന് കാരണമുണ്ട്. യോഹന്നാൻ ഇത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലൊന്നും അല്ല പറയുന്നത്. അതിനകത്തുള്ള ആളുകൾക്കറിയാം, ആ യഹൂദന്മാരായ ആളുകൾക്കറിയാം ഈ മനുഷ്യൻ വന്നിരിക്കുന്നത് ഞങ്ങളെ നന്മയിലേക്കും ദൈവികതയിലേക്കും നയിക്കാനാണെന്നുള്ളത് അറിയാം. സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്, അല്ലാതെ ദേഷ്യത്തിൽ നിന്നോ ഇതെല്ലാം നശിച്ചു പോകണമെന്നുള്ള ആഗ്രഹത്തിലോ ഒരു സിനിക്കായിട്ട് എവിടെയാണ് തെറ്റ്. അതാണ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം. വിമർശനത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന ഇതാണ്. ശരിക്കും നമ്മൾ ഒരു സിനിക്കായി കഴിഞ്ഞാൽ എന്താണ് സഭയുടെ ദോഷം എന്ന് കണ്ടുപിടിക്കാനായിരിക്കും നമ്മളെപ്പോഴും നോക്കുന്നത്. പക്ഷേ സഭയുടെ ദോഷമുണ്ടെങ്കിൽ അതിനെ വിശകലനം ചെയ്യണം, അത് ശരിയാണ്. എന്നാൽ അതേസമയം സഭയെ സ്നേഹിക്കുന്നുവെങ്കിൽ സഭയെ എൻകറേജ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതായ പാഠം. പിന്നെ എന്ന് വെച്ചുകൊണ്ട് ഒരു സഭ വിട്ട് മറ്റൊരാൾ ഒരു സഭയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്നൊക്കെ ഐഡിയലായിട്ടൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുമായിരിക്കും. ഇറ്റ് ഈസ് അപ്പോൺ ഗോഡ്സ് കമ്മീഷനിങ്. ഇഫ് ഗോഡ് കമ്മീഷൻ സംബഡി ടു ലീവ് എ ചർച്ച്, ഐ എം നോട്ട് അഗൻസ്റ്റ് ദാറ്റ്. അത് വിട്ടിട്ട് നീ മറ്റൊരു ഇതിലേക്ക് വരിക, അങ്ങനെ കർത്താവ് പറയുകയാണെങ്കിൽ ചെയ്യാം. എന്നോട് കർത്താവ് പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യുന്നു. ഇറ്റ് ഈസ് ആഫ്റ്റർ ഓൾ, എല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും ഒടുവിലൊരു കാര്യമേ ഉള്ളൂ, ഒബീഡിയൻസ്. അതിനപ്പുറത്ത് വേറെ ഒരു കാര്യമില്ല. ഏറ്റവും ആത്യന്തികമായി നടക്കേണ്ട കാര്യം എന്താണ്? അനുസരണം എന്ന് പറയുന്നതാണ്. കർത്താവ് പറയുന്ന കാര്യം അനുസരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ പെന്റിക്കോസ്റ്റൽസ് എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ വേർപെട്ട സഭകളിലെയോ കൂട്ടായ്മകളിലെയോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരിൽ 90% അല്ലെങ്കിൽ 80%, ചിലപ്പോൾ അത് പറയും അത്രയൊന്നും ഇല്ല എന്നൊക്കെ ആൾക്കാർ പറയുമായിരിക്കും. അത് കുറവായിക്കോട്ടെ. പക്ഷേ എന്താണെങ്കിലും എല്ലാം കള്ളന്മാരൊന്നും അല്ല. ചിലപ്പോൾ എല്ലാം കള്ളന്മാരാ ബ്രദറെ എന്നൊക്കെ പറയുമല്ലോ. അങ്ങനൊന്നുമില്ല. പണ്ടൊരാൾ പറഞ്ഞു, ഞാൻ സഭയിലേക്ക് വരത്തില്ല, അവിടെ ഉള്ള മുഴുവൻ ആൾക്കാരും പരീശന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അത് സാരമില്ല, ഒരാൾക്കൂടെ ഞങ്ങൾക്ക് സ്ഥലമുണ്ടെന്ന്. എല്ലാം കള്ളന്മാരാന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്കും പറയാനുള്ളതേ ഉള്ളൂ, നിങ്ങളോട് വന്നാലും വലിയ ദോഷമൊന്നും ഉണ്ടാകാനില്ല. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ഇതാണ്, ഈ സിൻസിയറിറ്റിയിൽ നിന്നാണ് ഇവരെ സിൻസിയറായിട്ടുള്ള ആളുകളെ മാത്രമേ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത ഒരാളെ നന്നാക്കാൻ പറ്റത്തില്ല. വഴി തെറ്റിയവരെ നമുക്ക് ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകാം, പക്ഷേ തെറ്റായ വഴി തിരഞ്ഞെടുത്തവരെ നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവരെ വിട്. കർത്താവ് തന്നെ പറയുന്നതാണ്, പരീശന്മാരെ കുറിച്ച് പറഞ്ഞാൽ അവരെ വിടുക. അപ്പോൾ അങ്ങനെ ചിലരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങ് ഇഗ്നോർ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ
നല്ലൊരു ശതമാനം ആളുകളും ഈ വിശ്വാസത്തിൽ വന്നത് വളരെ ആത്മാർത്ഥത വന്നിട്ട് ഇതിനകത്ത് നിൽക്കാനുള്ള അല്ലെങ്കിൽ പ്രയാസങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരോട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, അവരോട് വലിയൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ആ തീഷ്ണത ശരിക്കും കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കണ്ടത്, ഞാൻ ക്രിസ്തുവിന് ദൈവത്തിൻ്റെ എരിവോടെ ഞാൻ എരിയുന്നു. അതായത് കൊരിന്ത്യ സഭയിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് പോട്ടറാ ഇനി അടുത്തതൊന്ന്, അതൊരു ഒരു ദൈവികമായ മൈൻഡല്ല. ദൈവത്തിൻ്റെ പ്രത്യേകത പാഴും ശൂന്യമായ ഭൂമിയെയും ഉപേക്ഷിക്കുന്നതല്ല. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പാഴും ശൂന്യമായ ഭൂമിയെയും റീബിൽഡ് ചെയ്യുന്നതാണ്. ആസ് ഫർ ആസ് പോസിബിൾ നമ്മളത് റീബിൽഡ് ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ, അല്ലാതെ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സെമിനാറുകളുടെയും മറ്റുള്ള കാര്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ സിൻസിയറാണ് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ സിൻസിയർ ആയതുകൊണ്ട് മാത്രം അർത്ഥമില്ല. സിൻസിയർ ആണെങ്കിലും അപകടം ഉണ്ടാകാം. സിൻസിയറിറ്റിയിലും സിൻസിയർ ആയതുകൊണ്ട് മാത്രം, ഇപ്പോൾ ബന്ധ് ഉള്ള ദിവസം നമ്മൾ വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങി ബന്ധാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഏറുകൊള്ളു. ബന്ധാണെന്നുള്ളത് നമ്മൾ അറിയണമായിരുന്നു, ഇല്ലേ? ബന്ധുനാളിൽ കാറിന് കല്ലേറ് കൊണ്ട് കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ അറിഞ്ഞില്ല, ബന്ധാരെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അപ്പോൾ ഇഗ്നറൻസ് കൊണ്ട് മാത്രം, ഇഗ്നറൻസ് ഈസ് നോട്ട് ഓൾവേസ് ഫോർ ഗിവൺ, അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് നിങ്ങൾ ബുദ്ധിഹീനരാകരുത് എന്ന് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എത്ര വേഗത്തിൽ നിങ്ങളെ മറിച്ച് കളയാനുള്ള കാര്യമുണ്ട്. എന്താണ് ആ അധ്യായങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് 3-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കാൻ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കതാർ. അപ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ വേറെ എന്ത് പ്രസംഗിച്ചാലും അത് ക്ഷുദ്രപ്രയോഗത്തിന് തുല്യമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനോടുള്ള ഡിവോഷനിൽ നിന്ന് ജനങ്ങളെ മാറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആസ് ഇഫ് സോർസറി പ്രാക്ടീസ് ചെയ്യുന്നതിന് തുല്യമാണെന്നുള്ളത്. ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? കാര്യം അതിനകത്ത് ഈ വഞ്ചന നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ഈ കൗണ്ടർ ഗോസ്പൽ, ഈ പിശാചിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. അവൻ ഈ കൗണ്ടർ ഫീറ്റ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത്. സീറ്റൻ ഈസ് നോട്ട് ആൻ ഒറിജിനേറ്റർ, ഹീ ഈസ് എ കൗണ്ടർ ഫീറ്റർ. സാത്താൻ ഒന്നും ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്നില്ല. ഒറിജിനൽ ആയതിനെല്ലാം അവൻ എന്തുണ്ടാക്കുന്നു? കൗണ്ടർ ഫീറ്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ കൗണ്ടർ ഫീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ, ഇപ്പം 2 കൊരിന്ത്യരിലെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ തന്നെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് 13 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അവരെ ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. അവിടെ പറയുന്ന കൗണ്ടർ ഫീറ്റ് മിനിസ്റ്റേഴ്സ്, കൗണ്ടർ ഫീറ്റ് അപ്പോസിൽസ്, അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിച്ചു വരുന്നതായ ആളുകൾ. അതുകൊണ്ട് ഈ സാത്താൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അവൻ്റെ ഏജൻസിൻ്റെ പ്രത്യേകത, അവൻ ഒരിക്കലും പറയത്തില്ല ഞാനൊരു കള്ള അപ്പോസ്തലനാണെന്ന് ആരും പറയത്തില്ല. അവർ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെന്നുള്ള വേഷം ധരിച്ചാണ് വരുന്നത്. അവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അവരോളം അടുത്ത ആളുകൾ വേറെ ആരും, ദൈവത്തോടത്തിന് അടുത്ത ആളുകൾ വേറെ ഇല്ലെന്നുള്ള ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ തരാനാണ് അവർ പരിശ്രമിക്കുന്നത്. അവർ പക്ഷേ കൗണ്ടർ ഫീറ്റ് മിനിസ്റ്റേഴ്സാണ്. അങ്ങനെ കൗണ്ടർ ഫീറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൗണ്ടർ ഫീറ്റ്സ് ഉള്ളത് കൊണ്ട് എല്ലാത്തിനെയും ഉപേക്ഷിക്കുകയല്ല. ഇവിടെ ഇന്ത്യയിൽ എന്തുമാത്രം കള്ളനോട്ടുണ്ട്. ഇവിടെ ATM നിന്ന് ഒരു കള്ളനോട്ട് കിട്ടുന്നു, ഇല്ല? ATM നിന്ന് കള്ളനോട്ട് കിട്ടിയതായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. Am I right? I heard it. ATM നിന്ന് ഒരു കള്ളനോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? കള്ളനോട്ടുള്ളത് കൊണ്ട് ഞാൻ ഇനി മുതൽ രൂപയെ തൊടത്തേയില്ല എന്നാരെങ്കിലും പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? ഞാൻ രൂപ ഇല്ലാത്ത, ഞാൻ നോട്ടെ തൊടത്തില്ല, ഇന്ത്യൻ ഗവൺമെൻറ് അടിച്ച കറൻസി ഞാൻ തൊടത്തില്ല എന്നൊരാൾ പറയുന്നെങ്കിൽ അത് അബദ്ധവുമാണ്, നിയമവിരുദ്ധവുമാണ്. കാര്യം കൗണ്ടർ ഫീറ്റ്സ് ഉണ്ടായിരിക്കാം, പക്ഷേ കൗണ്ടർ ഫീറ്റ്സിനെ നമ്മൾ തിരിച്ചറിയണം. കൗണ്ടർ ഫീറ്റ്സിനെ തിരിച്ചറിയാനുള്ള മാർഗ്ഗം എന്താണ്? കൗണ്ടർ ഫീറ്റ്സിൻ്റെ പ്രത്യേകത പഠിക്കുകയല്ല, ഒറിജിനലിൻ്റെ പ്രത്യേകത പഠിക്കുകയാണ് കൗണ്ടർ ഫീറ്റ്സിനെ തിരിച്ചറിയാനുള്ള മാർഗ്ഗം. നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ഫീറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല, ഒറിജിനൽ എന്താണോ അത് തിരിച്ചറിയുക. വാട്ട് ഈസ് ട്രൂ ഗോസ്പൽ, വാട്ട് ഈസ് ട്രൂ ജീസസ്, വാട്ട് ഈസ് ദ ട്രൂ സ്പിരിറ്റ്, ലേൺ ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എവറിതിങ് എൽസ്, ബാക്കിയുള്ളതെല്ലാം എന്താണ്? കൗണ്ടർ ഫീറ്റ്സ് ആണ്. ബാക്കിയുള്ളതിനെ ഒന്നും അംഗീകരിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഇവർ സംസാരിക്കുമ്പോൾ തന്നെ, ഇപ്പം ഈ വന്ന് സംസാരിക്കുന്നവരുടെ നമ്മൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. നമ്മുടെ ഈ വലിയ സാക്ഷ്യം പറയുന്ന പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, എന്തെല്ലാം കളർഫുൾ ടെസ്റ്റിമണീസ് പറയുന്നു. ഈ കളർഫുൾ ടെസ്റ്റിമണീസ് പറയുന്ന ആളുകളോട് 2 ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ, ആ കഥ വെച്ചോണ്ട് യോജിക്കാത്ത 2 കാര്യങ്ങളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോടെ ഇവരുടെ കഥ തീർന്നു കിട്ടും.
ഒരു കാരണവശാലും ഈ കേരളത്തിൽ നിന്നുള്ള ഓരോ സംഭവങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട്, പീഡനത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ കേരളത്തിലല്ലേ നടന്നത്? ഇതൊന്നും നമ്മൾ അറിയാത്തത് എന്താ? മല്ലപ്പള്ളിക്ക് അടുത്ത് നടന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് അയാളുടെ സ്റ്റോറി, മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത സ്റ്റോറീസ് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, സഹോദര, ഇത് മല്ലപ്പള്ളി തന്നെയാണോ നടന്നത്? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമോഷൻസ് കയറിയിട്ട് അങ്ങ് വെറുതെ ഞാൻ ഡൽഹി IPSC ഗ്രീൻ പാർക്ക് IPSCയിൽ ഒരു പ്രാവശ്യം ബൈബിൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അന്ന് അവിടെ ഞാനുണ്ട്, പോൾസനുണ്ട്. ഇറ്റ് വാസ് ഇൻ 93 92 91. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പയ്യൻ വന്നിട്ട് സാക്ഷി പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിനകത്ത് കയറി എല്ലാവർക്കും ട്രാക്റ്റ് കൊടുത്തെന്ന്. എല്ലാവർക്കും എന്തൊരു ആവശ്യമായിരുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ നടന്നിട്ട് പാർലമെൻറ്റിനകത്തോട്ട് നോക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. പാർലമെൻറ്റിനകത്ത് കയറി ഒരാൾ ട്രാക്റ്റ് കൊടുത്തു, അവന് ഇഷ്ടംപോലെ കാശും കിട്ടി. ആരും ചോദിച്ചില്ല, മോനെ നീ എങ്ങനെയാണ് കയറിയത്? പാർലമെൻറ്റിനകത്തോട്ട് ഒരു തന്നെ കയറിയ ചുമ്മാ കയറി ചെന്ന് ഇവൻ അരിപ്പയായിട്ടല്ല തിരിച്ചു വരത്തുള്ളൂ. തിരിച്ചു വന്നാൽ എന്തോ ഓർത്തുകൊണ്ടായി ഈ പാർലമെൻറ്റിനകത്ത് കയറി ഞാൻ എല്ലാവർക്കും ട്രാക്റ്റ് കൊടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് വിഴുങ്ങുന്നത്. എന്താ ഇത് വിഴുങ്ങുന്നത്? ഇവിടെയാണ് ചോദ്യം. ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങളൊരു ചോദ്യം ചോദിക്കുക. ചില സൈക്യാട്രിക് പേഷ്യൻസ് ഉണ്ട്, അവരുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങൾ നടന്നെന്നാണ് അവരുടെ വിശ്വാസം. അവരുടെ സ്വപ്നങ്ങൾ നടന്നു എന്നാണ്. അതുകൊണ്ട് ഇവന് വലിയൊരു സ്വപ്നമുണ്ട്, എന്ത്? പാർലമെൻറ്റിനകത്ത് കയറി ട്രാക്റ്റ് കൊടുക്കുക. ഇവൻ്റെ കുറ്റമല്ല, ഇവൻ അതങ്ങ് വിശ്വസിച്ചിരിക്കുക. അതുകൊണ്ട് ഇവൻ വിശ്വസിക്കുന്ന കാര്യം അങ്ങ് ചെന്നങ്ങ് പറയുകയാണ്. നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളൊരു പുസ്തകമുണ്ട്, He came to redeem the captives free, something like that. റിബേക്ക ബ്രൗൺ. നിങ്ങളൊരു 5-6 ചോദ്യം ആ സ്ത്രീയോടൊന്ന് ചോദിച്ചു നോക്ക്. ആ പറയുന്ന കാര്യമല്ലോ ലോകത്തിൽ നടക്കുന്ന കാര്യമാണോ? കാട്ടിനകത്തൊരു എയർപോർട്ടുണ്ട്, സാത്താൻ വന്ന് ഇറങ്ങാനായിട്ട്. അവിടെ ഫ്ലൈറ്റേ വന്ന് സാത്താൻ വന്ന് ഇറങ്ങും എന്നൊക്കെ എഴുതാൻ എന്ത് വിഡിത്തമല്ല എഴുതി വെക്കുന്നത്. ഇതുപോലെ ഒരു സൈക്യാട്രിക് പേഷ്യൻ്റ്, അവർ MD എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ എന്താ ഇവരൊരു സൈക്യാട്രിക് പേഷ്യൻ്റ് ആണെന്നാണ് കാര്യം. ഇവർ കണ്ട സ്വപ്നമൊക്കെ ഇത് ശരിയാണെന്ന് ഇവരെ വിശ്വസിച്ചു. അതാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ഇന്ത്യയിലും ലോകത്തിലും വിറ്റിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത ആളുകളാകരുത്. നിങ്ങൾ ഒന്നാമത്തെ കാര്യം, സാത്താൻ എന്തോ പ്ലെയിനെ കയറിയാണ് വരുന്നത്. എന്ത് ഉദ്ദേശിച്ചാണ് അവിടെ വന്ന്? അവൻ്റെ ഭാര്യ അവിടെ ഉണ്ട്, അവൻ്റെ ബ്രൈഡ്, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വായിച്ചിട്ട് നിങ്ങളെന്തിനാ ആവേശം കൊള്ളുന്നത്? നിങ്ങളെന്ത് 2 ചോദ്യം തിരിച്ച് ചോദിക്കാത്തേ? വേദപുസ്തകത്തിൽ എന്തുകൊണ്ട് അങ്ങനത്തെ സ്റ്റോറീസ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണെന്നറിയാം അപ്പോക്രിഫ പുസ്തകങ്ങൾ വേദപുസ്തകത്തിൽ ചേർക്കാത്തത്? ഒന്നാമത്തെ കാര്യം, ബുദ്ധിക്ക് നിരക്കാത്ത സ്റ്റോറീസാണ് അതിനകത്തുള്ളത്. തോബിത്തിൻ്റെയും മറ്റും പുസ്തകങ്ങൾ വായിക്കുമ്പോഴത്തേക്ക്, ജൂഡിത്തിൻ്റെയും തോബിത്തിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പല സ്റ്റോറീസും ബുദ്ധിക്ക് നിരക്കുന്നതല്ല. ഒരു പെണ്ണ് കല്യാണം കഴിക്കുന്ന എല്ലാവരെയും അന്ന് രാത്രി തന്നെ കൊല്ലും. അത് കഴിഞ്ഞ് ഒരു തന്നെ മീൻ്റെ കുടൽ പുകച്ചിട്ട് ഇതിനെ ഭൂതത്തെ പുറത്താക്കി. ഈ സ്റ്റോറീസ് നിങ്ങൾ വേദത്തിൽ വേറെ എവിടെയെങ്കിലും ഇതൊന്ന് കാണിച്ചതാണ് ഇങ്ങനെയുള്ളൊരു സ്റ്റോറി? അതുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റോറീസ് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം യുക്തിക്ക് അതീതമാണെങ്കിലും വേദപുസ്തകം യുക്തിക്ക് വിരുദ്ധമൊന്നുമല്ല. സംതിങ് ട്രാൻസെൻഡ്സ് റാഷണാലിറ്റി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എഗൻസ്റ്റ് റാഷണാലിറ്റി. ഇത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇപ്പം തന്നെ പലർക്കും പ്രയാസമായെന്ന് എനിക്കറിയാം. കാര്യം ഈ പുസ്തകമൊക്കെ വായിച്ച് ആവേശം കൊണ്ടിട്ടുള്ള പലരും ഇതിനെ തിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത്, ബുദ്ധിയിൽ ഇല്ലാത്ത ഗലാത്യരെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? എനിക്കവരെ അറിയത്തില്ല. ഞാൻ ചോദിച്ചത് നിങ്ങളോട് തന്നെ ചോദിക്കാനാണ് പറഞ്ഞത്. എന്തിനാ നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്നത്? അവർ ജീവിച്ചിട്ട് പോകണമെന്ന് പോലും എനിക്കറിയത്തില്ല. ലോകത്തിലെ ആരെല്ലാം എന്തെല്ലാം അവർ കാര്യങ്ങൾ എഴുതി നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഇവിടെ ലോകത്തിൽ വരുന്നു. വി ആർ നോട്ട് ബോതഡ് അബൌട്ട് ഇറ്റ്. ഇതിനകത്തോട്ട് ഇപ്പം പോൾ ചോദിക്കുന്ന ആരോടാ? ഗലാത്യയിലെ വിശ്വാസികളോടാ. ഈ വന്ന ആളുകളോടല്ല പോൾ ചോദിക്കുന്നത്. കാര്യം അവർ വരും. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പാപം ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ മോഹങ്ങളും പിശാചിൻ്റെ സജഷൻസും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ്. ഇത് രണ്ടും കൂടെ ചേർന്നെങ്കിലേ പാപം